സ്വാഭാവികമായും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഞാനൊരു ഭരണ സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഞങ്ങൾ കേന്ദ്രവുമായും സംസ്ഥാനവുമായിട്ട് ഒരുമിച്ച് ചേരാൻ സാധ്യത, ആശയപരമായി വിയോജിപ്പുകൾ ഉള്ളപ്പോഴും ഒരുമിച്ച് ചേരാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും ചേർന്നാൽ മാത്രമേ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കണം. ഒന്ന്, ഞാൻ ജൂനിയർ പ്രവർത്തകനാണ്, ഞാനൊരു മേയർ മാത്രമാണ്, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ ചുമതല ഏൽക്കാൻ പോവുകയാണ്, എല്ലാ പിന്തുണയും ഉണ്ടാകണം. അദ്ദേഹം തിരിച്ച് ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. ഞാൻ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു. അപ്പം മാധ്യമങ്ങൾ ഉച്ചയായപ്പോഴേക്കും ഞാൻ തിരിച്ചു പറഞ്ഞു, CM-ൻ്റെ ഓഫീസിൽ നിന്നും വാർത്ത കൊടുത്തു, രാജേഷ് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിളിച്ചതെന്ന്. മേയറായിട്ട് ചാർജ് എടുത്ത ഉടനെ CM-നെ വിളിക്കുകയും CM തിരിച്ചു വിളിക്കുകയും അത് വലിയ വിവാദമാവുകയൊക്കെ ഉണ്ടായി. ചാർജ് എടുത്ത ഉടനെ അല്ല വിളിച്ചത്. ചാർജ് എടുത്ത് താങ്കൾ പറഞ്ഞത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഒന്ന്, അത് CM-ൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ ഭാഗത്തുനിന്നോ ഒരു വിവാദം ആയിട്ടില്ല, ആക്കിയിട്ടില്ല, ഇപ്പോഴും അത് തോന്നുന്നുമില്ല. വിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമങ്ങൾ 2 വാർത്ത കൊടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ തിരുത്തി കൊടുക്കുന്നു. ഇത് വിവാദമല്ലല്ലോ. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? BJP-യുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് എന്നോട് മത്സരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, പാർട്ടി തീരുമാനിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, LDF UDF ഒരുമിച്ചല്ല മത്സരിക്കുന്നത്, BJP-യുടെ ആൾ മേയറാവുമെന്ന് ഏകദേശം ഉറപ്പാണ്. നമുക്കെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോൺഫറൻസ് ഹാളിൽ ചെന്നിരുന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് CM-ൻ്റെ ഓഫീസിൽ വിളിക്കുകയായിരുന്നു. CM-ൻ്റെ സെക്രട്ടറിയായിട്ട് നേരത്തെ പരിചയമുണ്ട്, പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് പരിചയമുണ്ട്. CM-നോട് എനിക്കൊന്ന് സംസാരിക്കണം, മേയർ കാര്യം നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്, ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ CM-ഉം സെക്രട്ടറി ഒരുമിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ട് പറഞ്ഞു, ഞാൻ CM-ൻ്റെ അടുത്ത് നിന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ട് അദ്ദേഹം സെക്രട്ടറി കൊടുത്തിട്ട് CM ആണോ, അപ്പോൾ ഞാൻ CM നമസ്കാരം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുൻപിൽ മുഴുവൻ ചാനലുകൾ നിൽക്കുകയാണ്. CM നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണെടുത്ത് സംസാരിക്കുക കേട്ട ഉടൻ തന്നെ മാധ്യമങ്ങൾ CM രാജേഷിനെ വിളിച്ചു വാർത്ത കൊടുത്തു. ഇങ്ങനെ അപ്പോൾ ഞാൻ ആ സമയത്തെല്ലാം തന്നെ മേയർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2-3 മണിക്കൂർ ഹാളിനകത്താണ്. ചാനലിലാക്കാനൊന്നും ഇല്ല, ആരൊക്കെ പറയുന്നുണ്ട്, വാർത്തകൾ വരുന്നതൊക്കെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷേ ചാനൽ കേട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ സത്യപ്രതിജ്ഞയെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് അപ്പോൾ തന്നെ അടുത്ത വന്ന മീഡിയയോട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അവിടെ ഒരു വിവാദം ഉണ്ടായില്ല, ഞങ്ങൾ 2 പേരും പറഞ്ഞ ഒരേ കാര്യമാണ്. അതിനുശേഷം താങ്കൾ ചോദിച്ച ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടെ ഞാനിപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്, അതിനുശേഷമാണ് ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ വിളിച്ചതിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു. അതിൽ 100% ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടല്ലോ. അതിനുശേഷം ഗവർണറെ കണ്ടു, മന്ത്രി KB ഗണേഷ് കുമാറിനെ കണ്ടു. വളരെ പോസിറ്റീവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയതുകൊണ്ട് നിങ്ങളുടെ സിറ്റിക്ക് കൂടുതൽ സഹായ സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്, അതൊക്കെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ ഒരു നല്ല ഒരു ഉപദേശവും നല്ലൊരു പിന്നെ കോൺഫിഡൻസുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അല്ല, അത് അങ്ങനെയുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ല. കാര്യം പിണറായി വിജയൻ്റെ പ്രത്യയശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും നന്നായിട്ട് എനിക്കറിയാം. അങ്ങനെയുള്ള വാർത്തകൾക്ക് ചെവി കൊടുക്കുന്ന പ്രശ്നം പോലുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനെന്ത് പറയാണ്ടിരിക്കും. പിണറായി വിജയൻ സ്ഥിരമായിട്ട് BJP-യുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതാണ് UDF ആരോപിക്കുന്നത്. അതെങ്ങനെയാണ് BJP-ക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി നിങ്ങൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ നേടിയെടുത്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത്? പിന്നെ പൊതുവിൽ UDF ആരോപിക്കുന്നത് പിണറായി വിജയനെ BJP പ്രൊട്ടക്ട് ചെയ്യുന്നത് പല കേസുകളിലാണെങ്കിലും ഒക്കെ BJP-ക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ പ്രത്യക്ഷമായിട്ട് പിണറായി വിജയൻ്റെ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ ഏത് പാർട്ടിയാണ്? അങ്ങ് പറയണം, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. പ്രത്യക്ഷമായിട്ട് അല്ല, ഞാൻ പറയാം, പാർലമെൻ്ററി പൊളിറ്റിക്സിൽ ഉൾപ്പെടെ രാജ്യസഭയിൽ ലോക്സഭയിൽ അതാണല്ലോ ഏറ്റവും ഉന്നത ബോഡി, ചേർന്ന് പ്രവർത്തിക്കുന്ന ആരാണ്? CPM ആണോ കോൺഗ്രസ് ആണോ? പറയണ, എനിക്ക് കൂടെ ഒരു ഉത്തരം ആണല്ലോ, അത് ക്ലിയർ ആണല്ലോ. അപ്പം പിന്നെ എന്തിനാണ് ഞങ്ങളെ പഴിയായിരുന്നത്? അലിഗേഷൻ, രാഷ്ട്രീയ അലിഗേഷൻ, അതിന് എല്ലാത്തിനും മറുപടി ഒന്നുമില്ല, ചിലതിനും ഉണ്ടായിരിക്കുന്ന ഉത്തരം തന്നെയാണ്. പ്രത്യക്ഷമായിട്ട് ചേരുന്നവരാണല്ലോ. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് പരോക്ഷമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്? മാത്രമല്ല CPM കേരളത്തിൽ വലിയൊരു പാർട്ടിയാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണ്. ഞങ്ങൾ ആശയപരമായി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ചെയ്യില്ല. റെയിൽവേ പാലം പോലെ തൊട്ടടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക, ഒരിക്കലും ഒരുമിച്ച് ചേരില്ല. BJP-ക്ക് നേരത്തെ MP ഉണ്ടായിട്ടുണ്ട്, MLA ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ഒരു BJP നേതാവ് വരുന്നത്. BJP-യുടെ മുൻ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മുനിസിപ്പാലിറ്റീസിൽ അത്ര നല്ല പ്രകടനമല്ല നമ്മൾ തുടർന്നുള്ള ഇലക്ഷൻസ് വെച്ച് നോക്കി. പാലക്കാടാണെങ്കിലും ഒക്കെ പന്തളം ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു അനിൽ ആദ്യം ചോദിച്ചപ്പോൾ ഇതൊരു ആഡഡ് പ്രഷറാണ്.
ഒരു ഷോ പീസാണ് BJP സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഡഡ് പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്? പന്തളം ഒക്കെ നഷ്ടപ്പെട്ടില്ല, പന്തളം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പാലക്കാട് മൂന്നാമതും ഭരിക്കുകയാണ്. ഈ ഒക്കെ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, അല്ല ഞാൻ പറഞ്ഞു, അല്ല സീറ്റ് കുറഞ്ഞ് ഭരിക്കാൻ, അല്ല ഈ ഒക്കെ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ ഒരുപാട് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുണ്ട്, ഇപ്പം രണ്ടുണ്ട്. മെജോറിറ്റിക്ക് വളരെ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്യുക. അല്ല ഉമ്മൻചാണ്ടി 2 വെച്ച് ഭരിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അല്ല അല്ല ഞാൻ താങ്കൾ പറയാം, ഈ ആഡഡ് പ്രഷറിൻ്റെ ആയിരുന്നു പറഞ്ഞു. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിയ പ്രഷർ അനുഭവിച്ച് ഭരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് 50 ഉള്ളൂ, ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ അപ്പുറത്ത് വന്നിട്ടുള്ളൂ, മുൻ MLA ഉണ്ട്, മുൻ മേയറുണ്ട്. ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ കോൺഫിഡൻസ്. കാരണം മുതിർന്ന നേതാക്കന്മാർ വരുമ്പോൾ പ്രതിപക്ഷത്തൊരു നല്ലതാണ്. ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള ഇന്ന് തന്നെ നിങ്ങൾ വന്നോന്ന് എനിക്കറിയില്ല, ഇന്നത്തെ ഉണ്ടായിരുന്ന ഫുൾ ഉണ്ടായിരുന്ന എത്ര അവസാനം വരെ ഉണ്ടായിരുന്നോ? എത്ര ആൾക്കാർ സംസാരിച്ചു? താങ്കളുണ്ടായിരുന്നല്ലോ. എനിക്ക് ഞാൻ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ ഒരു കൗൺസിൽ സംസാരിച്ച് 5 വർഷത്തിനിടയ്ക്ക് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എത്ര പേര് ഏറ്റവും പുതിയതായിട്ട് വന്ന ഇന്ന് ആദ്യമായിട്ട് ആ കോർപ്പറേഷനകത്ത് കൗൺസിൽ ഹാളിൽ കയറുന്ന കൗൺസിലർമാർ വരെ സംസാരിച്ചു. ഒരു കാര്യത്തിലും ഇടപെട്ടില്ല. അവർക്ക് പറയാനുള്ളത് കാരണം അവർ വരുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ജനങ്ങൾ അവരുടെ മുകളിൽ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ദേഷ്യത്തിൻ്റെ രൂപത്തിൽ സമ്മർദ്ദത്തിൻ്റെ രൂപത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അവരിവിടെ വന്ന് പറയുന്നത്. അല്ലാതെ അവർ ആരും വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റൊരു കാര്യം പറയാൻ വരുന്നവരല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പറയാൻ പറ്റുന്ന ആകെ ഒരു വേദി ഇവിടെയാണ്. കേൾക്കേണ്ട ആൾ മേയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് ഇരുന്ന് സമയം കൊടുത്ത് കേൾക്കണം, അതിനെ അഡ്രസ്സ് ചെയ്യണം, പരിഹരിക്കാൻ പറ്റുന്ന അഡ്രസ്സ്. താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആദ്യമായിട്ട് ഇഫക്റ്റീവായിട്ട് ഇടപെട്ട് പരിഹരിക്കാൻ പോകുന്നത് CPMൻ്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിലെ വാർഡിലെ കൗൺസിലർ പ്രശ്നമാണ്, കാട്ടായിക്കോണം. ഇന്ന് എല്ലാവരും സംസാരിച്ചു. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയും സംസാരത്തിൽ മേയർ ഇടപെട്ടിട്ടില്ല. പരമാവധി അങ്ങനെ ഇടപെടുന്നുള്ള ഭരണപക്ഷത്തുള്ള ആർക്കും അമിതമായിട്ട് സമയം കൊടുക്കുകയോ പ്രതിപക്ഷത്തുള്ള ആരുടെയും സമയം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷത്തുള്ള ആൾക്കാരെ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. പറ്റുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ ചില വാർഡുകളിൽ വാഹനമില്ലെന്ന് പറഞ്ഞാൽ സെക്രട്ടറിയായിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പുതിയ വാഹനം വരുന്നവരെ വാടകയ്ക്ക് വാഹനം, പൊളിറ്റിക്കലി ആൻസർ കൊടുക്കേണ്ട എല്ലായിടത്തും ആൻസർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഒരിടത്തും എനിക്ക് പ്രശ്നം, ആ കൗൺസിലിൽ ഇരുന്ന ഒരു സമയത്തും എനിക്കൊരു 10 മിനിറ്റ് പോലും പ്രശ്നം തോന്നിയിട്ടില്ല. ഈ വിജയത്തിലെ പ്രവർത്തനം, അതായത് നിങ്ങളുടെ കൗൺസിലേഴ്സ് 35 പേരുണ്ടായിരുന്നു, അവരുടെ പ്രവർത്തനമാണോ അതോ PM നരേന്ദ്രമോദി ഈ സിറ്റിക്ക് വേണ്ടി കൊണ്ടുവരാൻ പോകുന്ന വലിയ വികസനം, ഇത് രണ്ടിൽ ഏതാണ് കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നത്? ഓരോ ഘടകങ്ങളും ഓരോ രീതിയിൽ ഗുണകരമായിട്ടുണ്ട്. ഒന്ന് പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അത് തന്നെയാണ്. അത് കൗൺസിലർമാർ മാത്രമല്ല, ഞങ്ങളന്ന് ഇതൊന്നും അറിയപ്പെടാത്ത, സത്യത്തിൽ ഈ അറിയപ്പെടുന്ന ഞങ്ങളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന അറിയപ്പെടാത്തവരാണ്. ഇപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു പൊതുയോഗം നടക്കുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കുന്ന ഞങ്ങളെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റേജിൽ പ്രസംഗിക്കുന്നു, അത് വാർത്തയിൽ വരുന്നു, ചാനലിൽ വരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ആ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിൽ, അവിടെ എല്ലാവരും നിൽക്കുന്നതിൻ്റെ ഏറ്റവും പുറകിൽ ഏറ്റവും അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളൊക്കെ ആയിട്ട്, പിന്നെ മുഖത്ത് വലിയ പ്രതിസന്ധിയായിട്ട് ഒരു 4-5 പേര്, 2-3 പേര് കാണും, പ്രവർത്തകരുണ്ടാവും. ആ പ്രവർത്തകരാണ് ഈ വിജയത്തിൻ്റെ കഠിനാധ്വാനം. കാരണം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം പോകുമ്പോൾ മൈക്ക് സെറ്റിന് എങ്ങനെ പൈസ കൊടുക്കും, സ്റ്റേജിന് എങ്ങനെ പൈസ കൊടുക്കും, ആൾക്കാരെ കൊണ്ടുവന്ന വാഹനങ്ങൾക്ക് തന്നെ പൈസ കൊടുക്കും, നേതാക്കന്മാർ വന്ന് പ്രസംഗിച്ചവർക്ക് എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് നാളത്തെ പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ വേണ്ടി ടെൻഷൻ അടിക്കണം 3-4 പേര് എല്ലായിടത്തും കാണും. കാരണം ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്നവരെയും ഫോട്ടോ വരുന്നവരെയും എല്ലാവരും അറിയുള്ളൂ. ഇതൊന്നും അറിയാത്ത ഒരു 4-5 പേര് അതിൻ്റെ ഏറ്റവും പുറകിൽ എവിടെയെങ്കിലും കാണും. അത് പ്രത്യേകിച്ചും കേഡർ പ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും കാണും. ഇത് ഞങ്ങളുടെ അടുത്ത് കൂടുതലാണ്. ഇവരാണ് ഇതിൻ്റെ ഒന്നാമത്തെ അവകാശികൾ ഈ വിജയത്തിൻ്റെ, യാതൊരു സംശയമില്ല. കാരണം ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടല്ല, ഇപ്പോഴും ജില്ലാ പ്രസിഡന്റ് ഇതൊക്കെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ടവർ. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ അവകാശം. അതോടൊപ്പം തന്നെ ജനപ്രിയ നേതാക്കന്മാരുണ്ട്, സംഘടനയുടെ നയരൂപീകരണം പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്ന നിരവധി നേതാക്കൾ. ഇവരിൽ ഒരു 90% പേരും പുറത്തു വന്നിട്ടില്ല, മുഖം പുറത്തു വന്നിട്ടില്ല, വരാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതിൻ്റെ ഇത്രയും ഘടകങ്ങളുടെ അത്രത്തോളം അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം സംസ്ഥാന രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ടീം, അതോടൊപ്പം തന്നെ മോഡിജി രാജ്യത്തെപ്പാടും നടത്താവുന്ന വികസന പ്രവർത്തനം, അത് ജനങ്ങളിലുണ്ടാക്കിയ കോൺഫിഡൻസ്, ഇത്രയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തു. ഇത്തവണ ഗ്രഹസമ്പർക്കം വളരെ ഒരു തവണ ഒരു വീടുകളിലൊക്കെ 3-4 തവണയൊക്കെ പ്രവർത്തകർ പോയതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ എത്രത്തോളം ജനങ്ങളെ കാണുമോ അത്രത്തോളം അവർക്ക് കോൺഫിഡൻസ് വിശ്വസിക്കും. പെട്ടെന്ന് പോയി നോട്ടീസ് കൊടുത്തിട്ട് പോകുമ്പോഴല്ലോ ഒരു 1/2 മണിക്കൂർ ഇരുന്ന് 10-15 മിനിറ്റ് ഇരുന്ന് അവർക്ക് പറയാനുള്ള എല്ലാം ആദ്യം കേൾക്കുക, നമ്മുടെ വെർഷൻ പറയുക, വീണ്ടും അവർക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് സാർ. ഈ
ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് കൗൺസിലറെ കാണാനേ ഇല്ല എന്ന് പറഞ്ഞ പലരും ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ 5 കൊല്ലം പിന്നെ ഇപ്പൊ ഞാനുള്ള എൻ്റെ വാർഡിൽ ഏതായിരുന്നു കൊടുങ്ങാനൂർ വാർഡിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ അപ്പൊ അവിടെ അവർ കാണാത്ത പല സെക്ഷൻസും ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. എന്നുവെച്ചാൽ ഈ കൗൺസിലറിനെ നമ്മളുടെ ഏരിയയിൽ കണ്ടിട്ടേ ഇല്ല ഈ 5 കൊല്ലം. അങ്ങനത്തെ അതിനെ എങ്ങനെയാണ് ആ ഒരു സമ്പർക്കം, ഇപ്പൊ ജനസമ്പർക്കം ചോദിച്ചപ്പോൾ ആ കൗൺസിലറും അവിടുത്തെ ആൾക്കാരും തമ്മിലുള്ള ആ ഒരു സമ്പർക്കത്തിനെ എങ്ങനെയാണ് കൂട്ടാനായിട്ട്? അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൊടുങ്ങാനൂർ വാർഡ് അങ്ങ് പറയുന്നത് ഏത് സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ ടൈം പ്രവർത്തിച്ച കൗൺസിലർമാരിൽ ഒരാളായിരുന്നു കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ കഴിഞ്ഞ ടൈമിൽ. ഇപ്പോൾ എനിക്ക് BJP പത്മ അവിടെയുണ്ടോ ഞാൻ ജയിച്ചത്. ഇപ്പോൾ അതേപോലെയാണ് ഞാൻ ജയിച്ചത്. അതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. ആ വാർഡിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അപ്പുറത്ത് ജനിച്ചു വളർന്ന ഞാൻ ആ വാർഡിൽ ചെന്ന് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ ആ കൗൺസിലർ വളരെ മെച്ചപ്പെട്ട, പക്ഷേ ഏറ്റവും നല്ല പ്രവർത്തന അനുഭവമാണ് ആ കൗൺസിലറേതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവം അങ്ങ് പറഞ്ഞതുപോലെ ഉണ്ടായി കാണും. ഇതിൽ ജനങ്ങളുടെ ഒരു വികാരം പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ, കോർപ്പറേഷൻ കൗൺസിലർ എപ്പോഴും അവർക്ക് കണ്ടുകൊണ്ടിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനനുസരിച്ച് ഒരു കൗൺസിലർക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും അവർ മനുഷ്യരാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാമോ, അവർക്ക് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക് എന്താണ് മാസം പ്രവർത്തിക്കാൻ കിട്ടുന്ന അലവൻസ് എത്രയാണ്? 9,000 രൂപയാണ്. കോർപ്പറേഷൻ കൗൺസിലർക്ക് 9,800. പിന്നെ വല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടെങ്കിൽ 100-200 രൂപ അലവൻസൊക്കെ കിട്ടും. എല്ലാം കൂടെ 10,000 രൂപയ്ക്ക് താഴെ ആണ് കിട്ടുന്നത്. ഈ 10,000 രൂപ വെച്ചിട്ട് 30 ദിവസം ഇവർ എല്ലാ ദിവസവും ഒരു നേരം കോർപ്പറേഷൻ ഓഫീസ് വരണം. വിഴിഞ്ഞത്തുനിന്നും വെങ്ങാനൂരെന്നും കാട്ടായിക്കോണത്തുനിന്നും ഒക്കെ പെട്രോൾ അടിച്ചിട്ട് ഒരു പെൺകുട്ടി എല്ലാ ദിവസവും ഒരു ഹോണ്ട ആക്ടിവയിൽ ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാവും? അവർക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പ് വരുമ്പോഴേക്കും വസ്ത്രം ധരിക്കണ്ടേ, നല്ല വസ്ത്രം ധരിക്കണമല്ലോ. അവർക്ക് ഒരു ദിവസം എത്ര കല്യാണം, അതുപോലെ തന്നെ അമ്പലം, പള്ളി, ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. എത്ര സ്ഥലത്ത് കുഞ്ഞുങ്ങളുടെ ചോറ് കൊടുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇവർക്കുണ്ടാകുന്ന പിന്നെ ഫോട്ടോസ്റ്റാറ്റ് ആൾക്കാർ കൊടുക്കണതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. പലരും ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുക. അപ്പോൾ ലോല മനസ്സുള്ളവരൊക്കെ കടം വാങ്ങിച്ചോ സ്വർണ്ണ പണയം വെച്ചോ കൊടുക്കും. പിന്നെ ഈ വാഹനം എല്ലാ ദിവസവും ഇങ്ങനെ ഓടുമ്പോഴുള്ള മെയിൻ്റനൻസ്, പലരും പട്ടിണിയാണ് പല കൗൺസിലേഴ്സും. അപ്പോൾ ഒരുപക്ഷെ ഇതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യണം? വീട്ടിലെ കാര്യം ഒരു പുരുഷൻ പോകുമ്പോഴല്ലോ വനിത, പുരുഷന്മാർക്കും ചിലവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജനാഭിലാഷം അനുസരിച്ചിട്ട് അവർക്ക് ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. ഉടൻ തന്നെ അവരെ അങ്ങനെ, അതിപ്പോൾ ഏത് പാർട്ടിയുടെ മെമ്പറെ ആയാലും കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.